نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه. ഹായ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? സെറ്റ് അല്ലേ? ഉഷാറല്ലേടാ മക്കളെ? ഇത് നമ്മൾ മാത്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 3ാം ക്ലാസ്സിന്റെ മാത്സിന്റെ അല്ലെ. ഇതുവരെയുള്ള എക്സാംസ് ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മാത്സ് ആണ്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു തംസ് അപ്പ് എല്ലാവരും താഴെ ഒരു ലൈക്ക് ബട്ടൺ തന്നെ, എല്ലാവരും താഴെ ഒരു ലൈക്ക് ബട്ടൺ ഇല്ലേ, അതെല്ലാവരും ആദ്യം തന്നെ ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. നേരെ നമ്മൾ വേഗം ക്ലാസ്സിലേക്ക് പോവാണ്. യെസ് ഗൈസ്, അപ്പോൾ പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. അതിലേക്ക് ലിങ്കുകൾ, ഈ PDF കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിലേക്ക് വരും കേട്ടോ. ഇവിടെ 9496544588 എന്ന് പറഞ്ഞ താഴത്തോടെ അങ്ങനെ നമ്പർ പോകുന്നുണ്ട്. യെസ് ഗൈസ്, ഓക്കെ റെഡി. അപ്പൊ നേരെ നമ്മൾ പോവാണ്. പിന്നെ നമ്മൾ ഷോർട്സ് ഒക്കെ കാണും. ഷോർട്സുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന ഷോർട്സുകളും നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തികൾക്കും ഒക്കെ ഉപകാരം ഉണ്ടാകുന്ന ഷോർട്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാം, സെറ്റ് ആക്കണം. ഓക്കെ റെഡി. യെസ് ഗൈസ്, പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം മാത്സിലുള്ള ഒന്നാമത്തെ ചോദ്യമാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. There are 10 teams for the quiz and each teams have 2 kids. എത്രയാണ് ഉള്ളത്? 10 ടീമുണ്ട്. 10 ടീമിന് എത്ര കുട്ടികൾ വീതമുള്ളത്? 2 കുട്ടികൾ വീതമുള്ളത്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഹൗ മെനി ഇൻ ഓൾ. അങ്ങനെയാണെങ്കിൽ എത്രയാണ് മൊത്തത്തിൽ എത്ര ആളുണ്ട്? 10 ടീമിന് 2 ആളുകൾ വീതാണുള്ളത്. അപ്പൊ എത്രയാ? 10 × 2 20 അല്ലെ? അങ്ങനെ നമുക്കറിയാം അല്ലെ? ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യം നമ്മൾ ഗുണിക്കുകയാണോ കൂട്ടുകയാണോ ചെയ്യേണ്ടത്, കുറയ്ക്കുകയാണോ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവണം. ഇവിടെ നമ്മളോട് പറഞ്ഞത് 10 ടീമാണുള്ളത്. ആ 10 ടീമിന് 2 കുട്ടികൾ വീതമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ എത്രയാണ്? അപ്പൊ 10നെ നമ്മൾ എന്ത് ചെയ്യണം? 10നെ നമ്മൾ 2 പ്രാവശ്യം അല്ലെ ഗുണിച്ചു നോക്കുന്നു. അപ്പൊ ഇങ്ങനെ 10നെ 2 കൊണ്ട് ഗുണിച്ചു നോക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് എഴുതി? 2 ടീമാണുള്ളത്. അപ്പൊ നമുക്ക് 20 എന്ന് ഉത്തരം കിട്ടി. 20 കുട്ടികളാണുള്ളത് നമുക്ക് ഉത്തരം കിട്ടി അല്ലെ? 10 ടീം അല്ലെ? 10 ടീമാണുള്ളത്. ഒരാളെടുത്ത് 2 എണ്ണം അല്ലെ? അപ്പൊ 2നെ നമ്മൾ 2 + 2 + 2 + 3 4 5 6 7 8 9 10 ഇങ്ങനെ 2നെ നമ്മൾ 10 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? 10നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു നോക്കി. അപ്പൊ വേഗം നമുക്ക് ഉത്തരം കിട്ടി 20 എന്നുള്ളത് അല്ലെ? റിസ്ക് ഒഴിവായി കിട്ടി. അതാണ് സംഭവം. യെസ് ഗൈസ്, അടുത്തത് നോക്കാം. ഹൗ മെനി പ്ലാന്റേഷൻ ലീവ്സ് ആർ സെറ്റ് അപ്പ് ഫോർ ലഞ്ച്. അപ്പൊ ഇവിടെ കുറച്ച് പിന്നെ വാഴയില വെച്ചിട്ടുണ്ട്. ഒരു ടേബിളിന്റെ മുകളിൽ 1 2 3 3 വാഴയില വീതമാണ് ഒരു ടേബിളിന്റെ മുകളിലുള്ളത്. കാണുന്നില്ലേ നിങ്ങൾ അല്ലെ? അപ്പൊ നമ്മളോട് ചോദിച്ചത് ഹൗ മെനി പ്ലാന്റേഷൻ ലീവ്സ് ആർ സെറ്റ് അപ്പ് ഫോർ ലഞ്ച്. എത്ര വാഴയിലയാണ് നമ്മൾ ലഞ്ചിന് വേണ്ടി സെറ്റ് ചെയ്തത്? അപ്പോൾ ഒരു ടേബിളിന്റെ മുകളിൽ 3 എണ്ണമാ വീതം വെച്ചത്. ഇവിടെ 1 2 3 4 5 6 ടേബിൾ ഉണ്ട് അല്ലെ? അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 6 × 3 അല്ലെ? 6 × 3 1 6 6 2 6 12 3 6 18 നമുക്കറിയാം അല്ലെ? 18 ആണ് അല്ലെ? അങ്ങനെ 18 ആണ് നമുക്ക് ഇവിടെ കിട്ടി അല്ലെ? 18 ആണ് നമുക്ക് ഇവിടെ കിട്ടി. അതെങ്ങനെയാ? ഈ മൂന്നിനെ നമ്മളിങ്ങനെ നോക്കണോ? 1 2 3 4 5 ഇങ്ങനെ നോക്കണോ നമ്മൾ? 5 അല്ലെ? 6 7 8 9 10 11 12 13 14 15 16 17 18 ഇങ്ങനെ കൂട്ടി നോക്കണോ? വേണ്ട. നമ്മൾ എന്ത് ചെയ്തു? അതായത് എത്ര ടേബിൾ ഉണ്ട് നമ്മൾ നോക്കി. 1 2 3 4 5 6 ടേബിൾ ഉണ്ട് നമ്മൾ കണ്ടു. ഒരു ടേബിളിന്റെ മുകളിൽ 3 ഇലയാണ് വെച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 6നെ നമ്മൾ 3 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഗുണിച്ചു നോക്കി. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. ഇങ്ങനെ മൊത്തം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു അല്ലെ? ഹൗ മെനി ലീവ്സ് ആർ ദർ ഓൺ എ ടേബിൾ. ഒരു ടേബിളിന്റെ മുകളിൽ എത്ര ലീവ് ഉണ്ട്? 3 ഇലകളുണ്ട്. ഹൗ മെനി ടേബിൾസ് ആർ ദർ. എത്ര ടേബിൾ ഉണ്ട്? നമ്മൾ എത്ര ടേബിളാ കണ്ടത്? 6 ടേബിൾ ഉണ്ട്. ഹൗ മെനി ലീവ്സ് ആർ ദർ. അങ്ങനെയാണെങ്കിൽ എത്ര ലീവ്സ് ഉണ്ടാവും? 18 ലീവ്സ് ഉണ്ടാവും അല്ലെ? വിത്ത് 1 more ടേബിൾ ഹൗ മെനി ലീവ്സ് ക്യാൻ ബി സെറ്റപ്പ്. അപ്പോൾ ഒരു ടേബിളും കൂടി ഇടുകയാണെങ്കിൽ എത്ര ഇലയും കൂടി അതിൽ ഇടാൻ പറ്റും? 3 ഇലയല്ലേ ഒരു ടേബിളിൽ ഇടാൻ പറ്റും. അപ്പോൾ 3 ഇലയും കൂടി ഇടാൻ പറ്റും അല്ലെ? അപ്പോ 18ന്റെ കൂടെ നമ്മൾ 3 കൂടി കൂട്ടിയാൽ എന്ത് ചെയ്യും? നമുക്ക് അതിന്റെ ഉത്തരം നമുക്ക് കിട്ടും ഇല്ലേ? യെസ് ഗൈസ്, സോറി, എത്ര ഇല ഇടാൻ പറ്റും? 3 ഇലയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇടാൻ പറ്റും അല്ലെ? ഒരു ടേബിളും കൂടി ഇടുന്നുണ്ട്. ആ ടേബിളിൽ എത്ര ഇല ഇടാൻ പറ്റും എന്നാണ്
3 ഇലയാണ് നമുക്ക് ഇടാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, മൊത്തം ഇലകൾ കാണണമെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്ര ടേബിൾ അവിടെ കണ്ടത്, 1 2 3 4 5 6 ടേബിളാണ്. ഒരു ടേബിളും കൂടെ ഇട്ടാൽ എത്ര ടേബിൾ ആകും, 7 ടേബിൾ ആകും അല്ലേ. ഇവിടെ 6 ടേബിൾ അല്ലേ ഉള്ളൂ, ഒരു ടേബിളും കൂടെ ഇട്ടാൽ 7 ടേബിൾ ആകും. അപ്പോൾ നമ്മൾ 7 × 3 നോക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 24 അല്ലേ. ഇങ്ങനെയല്ലേ കിട്ടും ഉത്തരം അല്ലേ. മൊത്തം ടേബിളിലും കൂടി 7 ടേബിളിലും കൂടെ 3 ഇലകൾ വീതം ഇട്ടാൽ 24 എണ്ണം നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ബലൂണിന്റെ കണക്കാണ് അല്ലേ. ഇവിടെ ഇതുപോലെ തന്നെയാണ്. സി how 3 balloons of the same color are tied together, how many balloons in all അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിക്കാൻ ഇവിടെ എത്ര കെട്ടുകളുണ്ട്, 1 2 3 4 5 6 കെട്ടുകളാണുള്ളത്. 6 കെട്ടുകളിൽ 3 ബലൂൺ വീതമാണ്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഈ മൊത്തം ബലൂണുകൾ എത്രയാന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുത്തൂടെ. നമ്മളെങ്ങനെ എഴുതും, 6 × 3 എന്ന് എഴുതും, 18 എണ്ണം അല്ലെ. 6 കെട്ടുകളാണുള്ളത്. 6 കെട്ടുകളിൽ 3 ബലൂൺ വീതമാണ് നമ്മളിങ്ങനെ കെട്ടി വെച്ചത്. മൊത്തം ബലൂൺ എത്രയാന്ന് ചോദിച്ചാൽ 6 × 3 18. ഇനി ഈ 2 കെട്ട് മാത്രം, അതായത് റെഡ് കളറുള്ള 2 എണ്ണത്തിൽ എത്ര എണ്ണം ഉണ്ട് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം, 2 × 3 എന്ന് എഴുതി കൊടുക്കാം, 6 എന്ന് എഴുതി കൊടുക്കാം ഇല്ലേ, 6 എണ്ണമാണ് എഴുതി കൊടുക്കാം. ഇനി നമ്മളോട് ചോദിക്കുകയാണ് മഞ്ഞ കളറുള്ള എത്ര എണ്ണം ഉണ്ട്. നമ്മളിപ്പോ മഞ്ഞ കളർ 1 2 ആണ് മഞ്ഞ കളറുള്ള. അപ്പൊ 2 × 3 6. മഞ്ഞ കളറുള്ള എത്ര എണ്ണം ചോദിച്ചാൽ 6 എണ്ണം എഴുതി കൊടുക്കുക. ഇതൊക്കെ സിമ്പിൾ ആണ് അല്ലെ. ഇതൊക്കെ നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കണക്കുകളാണ്. അടുത്തത് വരുന്നത് ഇതാണ്. ഈ 6 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6ന്റെ ഡിഫറെന്റ് വേവ്സ് ആണ്. ഇത് നമ്മളോട് പരീക്ഷയ്ക്ക് അധികം ചോദിക്കുക, അധികം ചോദ്യ പേപ്പറിലും കാണാം. ഡിഫറെന്റ് വേവ്സ്, 6ന്റെ ഡിഫറെന്റ് വേവ്സ്. 6ന്റെ നല്ല കേട്ടോ, ഇതെന്തായാലും ഇങ്ങനെ ചോദ്യ പേപ്പറിൽ തരൂല, വേറെ മാറ്റിയിട്ടായിരിക്കും തരിക, വേറെ ഡിജിറ്റൊക്കെ തന്നിട്ട് മാറ്റിയിട്ടാണ് തരിക. അപ്പോൾ ഡിഫറെന്റ് വേവ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കാണാം അല്ലേ. 3 ഡബിൾഡ് കാണാം, പിന്നെ 2 × 3, 2 3s ടുഗെദർ, പിന്നെ 3 റിപ്പീറ്റഡ് ട്വൈസ്, 2 × 3. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് വേവ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, 6നെ നമുക്ക് കാണാം. ഇങ്ങനെ ഏത് സംഖ്യകൾ തന്നാലും നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. അടുത്തത് വേറൊരു ചോദ്യമാണ്, കുടുംബശ്രീ സ്റ്റാൾ. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ് കേട്ടോ. യെസ്, ആഫ്റ്റർ ലഞ്ച് അനു വെന്റ് ടു ദ കുടുംബശ്രീ സ്റ്റാൾ. They are making packets of soap bars, 4 in each. They want to make 5 packets. How many bars do they need? What I calculated. Yes. അപ്പോ ഇവരെന്താണ്, 4 പാക്കറ്റ് ആണ്. എത്ര സോപ്പ്, ദേ 1 2 5 4 എണ്ണാണ് എന്ത് ചെയ്യുന്നത് ഒരു പാക്കറ്റിലുള്ളത്. 5 പാക്കറ്റ് വീതമാണ് എന്ത് ചെയ്യുന്നത് ഇവരുണ്ടാക്കുന്നത്. അപ്പൊ മൊത്തം എത്ര എണ്ണം ഉണ്ടാവുന്ന, 5 4 20 അല്ലെ. 4 പാക്കറ്റ് ആണ്, 5 പാക്കറ്റ് ആണ്. ഓരോ പാക്കറ്റിൽ 4 എണ്ണം വീതം സോപ്പ് ഇടുന്നുണ്ട്. അപ്പൊ എത്ര സോപ്പ് ഉണ്ടാവും, 20 സോപ്പ് ഉണ്ടാവും അല്ലെ. 5 4 20 നമ്മൾ കണ്ടു അല്ലെ. എത്രയാണ് ഞങ്ങൾക്ക് നോക്കാം. നമുക്കിതാ ഇങ്ങനെ ഒരു പാക്കറ്റ് അല്ലെ, ഒരു പാക്കറ്റ്. ആ പാക്കറ്റിൽ 1 2 3 4 സോപ്പ് ഒരു പാക്കറ്റിലുണ്ട്. ഇങ്ങനെ 5 എണ്ണം ഉണ്ട് അല്ലെ. ഇങ്ങനെ 5 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ 5 എണ്ണത്തിലും കൂടെ എത്ര സോപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം, 4 × 5 20 സോപ്പുകൾ ഉണ്ടാവുന്ന എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. റിലേ റേസ്. 4 ടീംസ് റിലേ റേസ് അവിടെ പോയി. ഓക്കെ, 4 teams competed in the relay race. Each team has 4 runners. How many in all for the race? അപ്പോൾ എത്ര ആൾക്കാരുണ്ടാവുന്നതാണ്, 4 ടീമാണ് ഉള്ളത്, 4 ആൾക്കാരാണ് കളിക്കാറുള്ളത്. അപ്പോൾ 4 എത്രയാന്ന് നോക്കുക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗുണിച്ചു നോക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ നമ്മൾ എന്താണ് ഇത് ചെയ്യേണ്ടത്, ഗുണിക്കുകയാണോ വേണ്ടത്, കുറയ്ക്കുകയാണോ വേണ്ടത്, കൂട്ടുകയാണോ വേണ്ടത് നമുക്കറിയണം. അപ്പൊ 4 4 16 നമുക്കിവിടെ സുഖമായിട്ട് എഴുതി കൊടുക്കാം അല്ലെ. അത് കഴിഞ്ഞിട്ട് അടുത്ത നോക്ക് നിങ്ങൾ, അടുത്ത എന്താ ഇവിടെ വരുന്നത്, 3 5s is equal to how many 3s? അതായത് 3 5s is equal to how many 3s? എത്ര 3സുമായി ഈക്വൽ ആണ് 3 5s എന്ന് പറയുന്നത്. 3 5s എന്ന് പറയുന്നത് എത്രയാ, 5 + 5 + 5 15 അല്ലെ. ഈ 15 എത്ര 3യുമായി ഈക്വൽ ആണ് എന്നാണ് ചോദിച്ചത്. എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഉഷാറായിട്ട് എഴുതി കൊടുക്കാം ഇല്ലേ. പറ്റൂല. എത്രയാടാ പറയടാ, എത്ര 3? അതായത് ഈ 15 എത്ര 3യുമായിട്ട് ഈക്വലാ,
5 അല്ലേ 5 3 അല്ലേ 15-ലുള്ളത്. യെസ് ഗൈസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഫൈനൽ മീറ്റിംഗ് അല്ലെ, ഫൈനൽ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സി ഹൗ ചെയേഴ്സ് ആർ അറേഞ്ച്ഡ് ഫോർ ദ മീറ്റിംഗ്. there are 6 chairs in each row. അപ്പോൾ അതായത് ഒരു റോയില് 6 ചെയറുകളാണുള്ളത്. എത്രയാണ് മക്കളെ? 6 ചെയറുകളാണ് ഒരു റോയിലുള്ളത്. 6 ചെയറുകളാണ്. The children sit in the first 3 rows. How many children are there? അപ്പോൾ 3 റോയിലാണ് എന്ത് ചെയ്തത്? 3 റോയിൽ ആര് ഇരുന്നു? കുട്ടികൾ ഇരുന്നു. 3 റോയിൽ കുട്ടികൾ ഇരുന്നിട്ടുണ്ട്. ഇതെന്താ കളർ വരാത്തത്? 3 റോയിൽ എന്ത് ചെയ്തു? കുട്ടികൾ ഇരുന്നിട്ടുണ്ട്. അപ്പൊ 3 റോയിൽ കുട്ടികൾ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾ ഇരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം. 3 റോയില് 6 കുട്ടികൾ വീതം എത്രയുണ്ട്? 6 3 18 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കാം അല്ലേ? പിന്നെയോ അടുത്തത് നോക്ക്, അടുത്ത ചോദ്യം ഇവിടെ നോക്ക്. ചിൽഡ്രൻ സാറ്റ് ഇൻ ദീസ് റോസ് ടു. How many children would be there in all? അപ്പോൾ ബാക്കിയുള്ള റോയിലും കൂടെ എന്ത് ചെയ്തു? ചിൽഡ്രൻ സാറ്റ് ഇൻ ദീസ് റോ ടു. ഹൗ മെനി ചിൽഡ്രൻ വുഡ് ബി ദർ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ആ ഒരു ഇതിലും കൂടെ എന്ത് ചെയ്യാണ്? കുട്ടികൾ ഇരിക്കുകയാണ്. ബാക്കിയുള്ള റോയിലും കൂടെ എന്ത് ചെയ്യാണ്? കുട്ടികൾ ഇരിക്കുകയാണ്. അപ്പൊ അത് ബാക്കിയുള്ള 9 റോയിലും കൂടെ കുട്ടികൾ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര റോ ഉണ്ടാവും? ഇനി എത്ര റോ തന്നെയായാലും ഇപ്പൊ 9 റോ. ഇവിടെ ഇപ്പൊ 10 റോയില് പിന്നെ എത്ര കുട്ടികൾ? 3 കുട്ടികളാണ് ഇരിക്കുന്നത്. 3 കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? The children sit on the first 3 rows. How many? അതായത് 10 റോയില് 6 കുട്ടികൾ വീതം അല്ലെ? 6 കുട്ടികളെ വീതം അല്ലെ അറേഞ്ച് ചെയ്ത് വെച്ചത്. അപ്പൊ എത്ര ഉണ്ടാവും? 60 തന്നെ ഉണ്ടാവും അല്ലേ? പിന്നെ നമ്മളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ 5 റോയില് ഇത്ര കുട്ടികൾ ഇരുന്നു. അങ്ങനെയാണ് നമുക്ക് ഇത് 5 × 6 5 6 30 അല്ലേ? എഴുതി കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ 4 റോയിലാണ് ഇരിക്കുന്നെങ്കിലോ 4 × 6 6 4 24 അല്ലെ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കാം അല്ലെ? ഇങ്ങനെയാണ് ഈ ഒരു കണക്ക് വരുന്നതെന്ന് പറയുന്നത് അല്ലെ? എത്ര റോലും ഇരുന്നോട്ടെ, എത്ര റോല് വേണമെങ്കിലും ഇരുന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല അല്ലെ? അപ്പോ 6 ചെയേഴ്സ് ആണ് ഒരു റോലുള്ളത്. എത്രയാണ്? 6 ചെയേഴ്സ് ആണ് ഒരു റോലുള്ളത്. അപ്പൊ 6 ആക്കേ ഒരു റോൽ ഇരിക്കാൻ പറ്റും. അപ്പൊ 10 റോൽ എത്ര ആക്കി ഇരിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്തു? 10നെ നമ്മൾ എന്ത് ചെയ്തു? 6 കൊണ്ട് നമ്മൾ ഗുണിച്ചു നോക്കി, 60 എന്ന് കിട്ടി. പിന്നെ നമ്മൾ 5 റോൽ എത്ര ആക്കി ഇരിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ 5 റോൽ ഒരു റോൽ 6 ആക്കാൻ ഇരിക്കാൻ പറ്റും അല്ലെ? അപ്പൊ 5 റോക്ക് എത്ര ആക്കി ഇരിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 5നെ 6 കൊണ്ട് ഗുണിച്ചു നോക്കി, അതിന് നമ്മൾ 30 എന്ന് കിട്ടി അല്ലെ? പിന്നെ നമ്മളോട് ചോദിക്കുകയാണ് 4 റോൽ എത്ര ആക്കി ഇരിക്കാൻ പറ്റും. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ 4 റോല് ഒരു റോൽ 6 ആക്കാൻ ഇരിക്കാൻ പറ്റും. അപ്പൊ 4 റോൽ എത്ര ആക്കി ഇരിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ 4നെ നമ്മൾ 6 കൊണ്ട് ഗുണിച്ചു പോകുന്നു. അങ്ങനെ നമുക്ക് 24 എന്ന് കിട്ടുന്നു അല്ലെ? ഇനി അടുത്ത ചോദ്യം അബാക്കസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അബാക്കസിന്റെ ചെറിയൊരു ചോദ്യം കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അബാക്കസിനെ നമുക്കൊന്ന് നോക്കാം. What is the number of on the abacus? അപ്പോൾ ഇവിടെ നോക്ക്, ഈ അബാക്കസിൽ 100ന്റെ സ്ഥാനത്ത് 100ന്റെ സ്ഥാനത്ത് 3 എണ്ണം അല്ലേ? അപ്പൊ നമ്മളിവിടെ 3 എന്ന് എഴുതി. പിന്നെയോ ടെൻസിന്റെ സ്ഥാനത്ത് എത്രയാ ഉള്ളത്? ടെൻസിന്റെ സ്ഥാനത്ത് 4 എണ്ണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 4 എന്ന് എഴുതി കൊടുത്തു. അടുത്തത് വൺസിന്റെ സ്ഥാനാണ്. വൺസിന്റെ സ്ഥാനത്ത് എത്ര എണ്ണ ഉള്ളത്? 1 2 3 4 5 6 7 ആണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര എഴുതി കൊടുക്കാം? 347 എന്ന് എഴുതി കൊടുക്കാം അല്ലേ? എഴുതി കൊടുത്തൂടെ? അതായത് 100ന്റെ സ്ഥാനത്ത് 3 എണ്ണം, പിന്നെയോ ടെൻസിന്റെ സ്ഥാനത്ത് 4 എണ്ണം, പിന്നെയോ വൺസിന്റെ സ്ഥാനത്ത് 7 എണ്ണം. അങ്ങനെ നമ്മൾ 347 എന്ന് എഴുതി. If we remove 1 bead from the 100's place, what number do we get? അപ്പോ ഈ 100ന്റെ ഈ ഒരു സാധനത്തിൽ നിന്നുണ്ടല്ലോ മക്കളെ, 100ന്റെ ഈ ഒരു ഈന്ന് ഒറ്റ ഒന്നിനെ റിമൂവ് ചെയ്തു. അങ്ങനെയാണ് എത്രയാ നമുക്ക് കിട്ടുക? 1 റിമൂവ് ചെയ്ത് അവിടെ എത്രയാവും? ഇവിടെ 2 ആയി പോകൂലേ? 1 റിമൂവ് ചെയ്താൽ അല്ലേ? അപ്പൊ 247. ബാക്കിയുള്ള നമ്പറൊക്കെ കറക്റ്റ് ആയിരിക്കും അല്ലെ? ബാക്കിയുള്ള നമ്പറൊക്കെ ഇവിടെ സെയിം ആയിരിക്കും. 247 നമുക്ക് കിട്ടും. പിന്നെയോ അടുത്ത നോക്ക്. Now remove 2 beads from the 10's place. Which number do you get? പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? 247 ഇപ്പോൾ ഓൾറെഡി ഉള്ളത് അല്ലേ? അയൽന്ന് ഈന്ന് 2 എണ്ണോടി എടുത്താൽ അവിടെ എത്രയാ വരിക? 2 വരിക അല്ലെ? അപ്പൊ 227 എന്ന് വരും. ഇനി അടുത്ത നോക്കടാ മക്കളെ. സപ്പോസ് we remove 4 beads from the 1's place, what the number do we get? അപ്പൊ പിന്നെ ഇവർ ചെയ്യാണ് ഈ 1ന്റെ സ്ഥാനല്ലേ, ഇത് 1ന്റെ സ്ഥാനം, ഇതിൽ 4 എണ്ണം എടുക്കുക. 1 2 3 4 എണ്ണം എടുക്കുക. അപ്പൊ ബാക്കി എത്ര എണ്ണം ഉണ്ടാകുക? 1 2
3 ഇവിടെ ഉണ്ടാകുക. അപ്പൊ ഇത്ര അവിടെ എഴുതി കൊടുക്കാൻ പറ്റും, 2 2 3. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? എങ്ങനെയുള്ള കണക്കുകൾ നമ്മൾ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അബാക്കസിന്റെ അല്ലെ. ഓക്കെ, ഇനി അടുത്തത് വാട്ട്സ് ലെഫ്റ്റ് ആണ് അല്ലെ, ബാക്കി. ടീച്ചർ ഹാഡ് 578 റുപ്പി, 578 റുപ്പി വിത്ത് ഹെർ അല്ലെ. പിന്നെ ഷീ ബോട്ട് സം ബീഡ്സ് ഫ്രം ദ സ്കൂൾ സ്റ്റോർ ടു മേക്ക് ആൻ അബാക്കസ് അല്ലെ. ഷീ ഗേവ് 400 റുപ്പി നോട്ട്, 6 10 റുപ്പി നോട്ട്, 5 1 റുപ്പി നോട്ട്സ്. ഹൗ മച്ച് ഡു ഷീ ഹാവ് നൗ അല്ലെ. അപ്പൊ എത്രയാ കൊടുത്തത്? 400 റുപ്പി നോട്ട്സ് അല്ലെ. ഷീ ഗേവ് 400 റുപ്പി അല്ലെ. അപ്പൊ എത്രയാ അത്? 400 ആണ് അല്ലെ. പിന്നെ എത്രയാ കൊടുത്തത്? 6 10 റുപ്പി കൊടുത്തു. 6 10 റുപ്പി എന്ന് പറഞ്ഞാൽ എത്രയാ അത്? 60 ആണ് അല്ലെ. പിന്നെ അടുത്തതോ 5 ones കൊടുത്തു. 5 ones എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ. ഇനി സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എഴുതാം, നമുക്ക് 465 എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. ഈ 4ഉം ഈ 6ഉം ഈ 5ഉം ചേർത്ത് 465 നമുക്ക് എഴുതാം അല്ലെ. അപ്പോ 465 ആണ് അല്ലെ. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഹൗ മച്ച് ഡസ് ഷീ ഹാവ് നൗ, എത്ര രൂപയും കൂടി ആണ് അല്ലെ. 578 നമ്മൾ എന്ത് ചെയ്യാണ്? 465 നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് നോക്കുന്നു. അപ്പൊ നമുക്ക് ഉത്തരം വരുന്നു 113 രൂപ അല്ലെ. 113 രൂപയാണ് വേണ്ടത്. യെസ് ഗൈസ്, അങ്ങനെയല്ലേ വരുന്നത്. 465 രൂപയാണ് എന്ത് അവള് കൊടുത്തത്. അവളുടെ കയ്യിൽ ബാക്കി എത്ര പൈസ ഉണ്ടാവും? 113 രൂപ അവളുടെ കയ്യിൽ ഉണ്ടാവും അല്ലെ. ഓക്കെ, റെഡി. അപ്പൊ ഇങ്ങനെയുള്ള കണക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? എഴുതാൻ വേണ്ടി പറ്റണം. ഒന്നുകൂടെ വേണേ വായിച്ചു തരാം. അതായത് നമ്മൾ ടീച്ചർ ഹാഡ് 578 റുപ്പി വിത്ത് ഹെർ. ഷീ ബോട്ട് സം ബീഡ്സ് ഫ്രം ടു ദ സ്കൂൾ സ്റ്റോർ മേക്ക് ആൻ അബാക്കസ്. ടീച്ചർ എന്ത് ചെയ്യാണ്? അബാക്കസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് എന്ത് ചെയ്തു? സ്കൂൾ സ്റ്റോറിൽ നിന്ന് വാങ്ങി. ഷീ ഗേവ്, അവർ ഇത്ര പൈസയാണ് കൊടുത്തത്, 465 രൂപ. 4 100ഉം 6 10ഉം 5 1ഉം അങ്ങനെ 465 റുപ്യാണ് കൊടുത്തത്. ഹൗ മച്ച് ഡഡ് ഷീ ഹാവ് നൗ അല്ലെ. അങ്ങനെ അതിന്റെ ബാക്കി എത്ര രൂപ അവരുടെ കയ്യിൽ ഉണ്ടാവും? 113 റുപ്യ അവരുടെ കയ്യിൽ ഉണ്ടാവും അല്ലെ. 113 റുപ്യ കയ്യിൽ ഉണ്ടാവും. എത്ര രൂപക്കാണ് അവർ സാധനം വാങ്ങിയത്? എത്ര രൂപക്ക് അവർ സാധനം വാങ്ങിയത്? 465 രൂപ എന്ത് ചെയ്തു? കൊടുത്തിട്ടാണ് അവര് സാധനം വാങ്ങിയത്. ബാക്കി 113 രൂപ അവരുടെ കയ്യിലുണ്ടാവും അല്ലെ. ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ നമുക്ക് വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അടുത്തത് നമ്മൾ നോക്കുകയാണ് വാട്ട്സ് നെക്സ്റ്റ് ആണ്. എന്താണ് അടുത്തത് എന്നുള്ളത് അല്ലെ. അടുത്തത് എന്താ വരുന്നത് അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ 319 കൊടുത്തു, ഇവിടെ 310 കൊടുത്തു, 301 കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇത് രണ്ടും തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? 319 നിന്ന് 310ലേക്ക് 9 കുറഞ്ഞു അല്ലെ. 9 കുറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാ? വീണ്ടും 9 കുറഞ്ഞു, 301 ആയി അല്ലെ. പിന്നെ 301 നമ്മൾ എന്ത് ചെയ്യാ? വീണ്ടും 9 കുറയ്ക്കുകയാണ്. അപ്പൊ എത്രയാ? 292. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? 9 കുറയ്ക്കുന്നു, 283. വീണ്ടും നമ്മൾ 9 കുറയ്ക്കുന്നു, 274 അല്ലെ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ നോക്ക്, ഇവിടെയാണെങ്കിലോ 728 700ലേക്ക് എത്ര കുറഞ്ഞു? 28 കുറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ 700 672ലേക്ക് നോക്കുക, പിന്നെ 28 കുറഞ്ഞു അല്ലെ. അപ്പൊ 28 കുറയുന്നത്. അപ്പൊ 672 വീണ്ടും നമ്മൾ 28 കുറച്ച് നോക്കുന്നു. അപ്പൊ എത്ര വരുന്നു? 644 വരുന്നു. വീണ്ടും നമ്മൾ 28 കുറയ്ക്കുന്നു, 616 വരുന്നു. വീണ്ടും നമ്മൾ 28 കുറയ്ക്കുന്നു, 588 വരുന്നു അല്ലെ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സംഭവം, അതായത് കുറച്ച് വരുന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എഴുതുന്നുണ്ട് അല്ലെ. യെസ് ഗൈസ്, അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് നമ്മൾ പോവാണ് അല്ലെ. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. അടുത്തതാ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തത് ഓക്കെ, റെഡി. ഇവിടെ നോക്കൂ, ഇഷാസ് ഫാമിലി ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ എ ട്രിപ്പ്. They went to a shop to buy bags അല്ലെ. ഇഷന്റെ ഫാമിലി ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു ബാഗിന്റെ ഷോപ്പ് കയറിയപ്പോൾ പ്രൈസ് ഓഫ് ബ്ലൂ ബാഗിന്റെ പ്രൈസ് എത്രയാ? 695. ഇവിടെ എഴുതി കൊടുക്കുക നമ്മൾ അല്ലെ. ഇനി അടുത്തത് പ്രൈസ് ഓഫ് റെഡ് ബാഗിന് എത്രയാ? 900 റുപ്യ അല്ലെ. 900 റുപ്യാണ്. ഹൗ മച്ച് മോർ ഈസ് ദ പ്രൈസ് ദ റെഡ് ബാഗ്. അപ്പോൾ ബ്ലൂ ബാഗിനേക്കാൾ എത്ര കൂടുതലാണ് നമ്മളെ ഈ പിന്നെ റെഡ് ബാഗിനെന്ന് കാണാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 900 ആണ് നമ്മളെ റെഡ് ബാഗ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ബ്ലൂ ബാഗിന്റെ പൈസ 695 നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് നോക്കുക. 900 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 695 നമ്മൾ കുറച്ച് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? 205 എന്ന് കിട്ടുന്നു. 205 അല്ലെ. എത്ര കൂടുതലാ? ബ്ലൂ ബാഗിനേക്കാണ് 295 റുപ്യ കൂടുതലാണ് ഏത് ബാഗിന്? റെഡ് ബാഗിന്. നമുക്ക് ഇവിടെ ഉത്തരം കിട്ടുന്നു. യെസ് ഗൈസ്, ഇനി
അടുത്തത് ഇതേപോലെയുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് വടകരയിലേക്ക് അങ്ങ് പോവാ അല്ലെ. ഇതേ വടകര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പോലെയാ. ദേ സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ് ഡേ ദേ ട്രാവൽഡ് ഇൻ എ കാർ. ഇഷ റോട്ട് ഡൗൺ ദ ലാസ്റ്റ് 3 digit ഓഫ് ദ മീറ്റർ അറ്റ് ദ സ്റ്റാർട്ട്. ഇഷ റോട്ട് 568. അപ്പോൾ മീറ്ററിലുള്ള, അതായത് ഒരു യാത്ര പോവുക, വടകരയിൽ ഒരു യാത്ര പോവുക. അങ്ങനെ യാത്ര പോകുമ്പോൾ 568 എന്ന് മീറ്ററിന്റെ ലാസ്റ്റുള്ള നമ്പർ 568 എന്ന് ആരെ എഴുതി വെച്ച്? നമ്മളെ ഇഷ എഴുതി വെച്ച് അല്ലേ. അപ്പോൾ ആഫ്റ്റർ 19 kilometers ദേ സോ എ സൈൻ ബോർഡ്. 19 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇഷ ഒരു സൈൻ ബോർഡ് കണ്ടേ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഇഷാസ് ഹോം ടു വടകര? 19. ഇപ്പൊ വടകരയ്ക്ക് 147 കിലോമീറ്റർ ആണ്. അപ്പൊ ഇഷന്റെ 147 നമ്മൾ എന്ത് ചെയ്യാണ്? 147 കിലോമീറ്റർ ഇനി പോകണം. ഇഷ പോയ ദൂരം 19 ആണ്. അപ്പൊ ഇനി ടോട്ടൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 147 നമ്മൾ എന്ത് ചെയ്യുക? 19 കൂട്ടി നോക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 166 എന്ന് കിട്ടും അല്ലേ. അത് കഴിഞ്ഞു. After some time they saw another signboard. How far did they travel? എത്രയാണ് ഇനി അവർക്ക് ദൂരം യാത്ര ചെയ്യാനുള്ളതെന്നാണ്. അപ്പൊ 98 കിലോമീറ്ററും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൊടുത്ത് കാണുന്നില്ല നിങ്ങൾ? 98 കിലോമീറ്ററും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വടകരയിലേക്ക് ഉണ്ട്. 98 കിലോമീറ്ററും കൂടെ അവർക്ക് വടകരയിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പൊ 147 കിലോമീറ്റർ ആണ് ആദ്യം കണ്ടത് അല്ലെ. അവര് 147 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 147 നമ്മൾ എന്ത് ചെയ്യുക? ആ പറഞ്ഞ 98 നമ്മൾ കുറച്ചു നോക്കുക. അപ്പൊ ഇനി 49 കിലോമീറ്ററും കൂടെ ട്രാവൽ ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാം? വടകരയിലേക്ക് എത്താം അല്ലെ. ഇനി അടുത്ത ചോദ്യം നോക്ക്. റൈറ്റ് ദ ലാസ്റ്റ് 3 digit ഓഫ് മീറ്റർ വെൻ ദേ റീച്ച്ഡ് വടകര. അപ്പൊ വടകരയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര ആയിരിക്കും അവരുടെ ആ നമ്പർ എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ആദ്യം കിട്ടിയിട്ടുണ്ട് 568 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 568ഉം ടോട്ടൽ ഇവരെത്ര യാത്ര ചെയ്ത്? ടോട്ടൽ എത്ര കിലോമീറ്റർ ആ വീട്ടിൽ നിന്ന്? 166 കിലോമീറ്റർ ആണ്. അപ്പൊ 568ഉം 166 നമ്മൾ കൂട്ടി നോക്കുക. അപ്പൊ നമുക്ക് 734 എന്ന് കിട്ടും ടോട്ടൽ. അപ്പൊ ഇവിടെ എത്രയായിരിക്കും നമ്പർ? ഈ മീറ്ററിൽ 734 ആയി ഉണ്ടാവും ഇല്ലേ. ഓക്കെ റെഡി. അത് കഴിഞ്ഞ് അടുത്തത് ദ സർക്കസ് ടെന്റ്. ടൈമിന്റെ കണക്കാണ്, ടൈമാണ്. അപ്പൊ ഇവിടെ ഷോർട്ട് ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ടൈം ഡു ദ ഷോ സ്റ്റാർട്ട്സ് ഓൺ വീക്ക് ഡേ? വീക്ക് ഡേയിൽ ഷോ ഏത് ടൈമിനാ? ആഫ്റ്റർനൂൺ 1 PM. AM ഉം PM ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. 1 PM ഷോ തുടങ്ങുന്നത് അല്ലെ. അറ്റ് വാട്ട് ടൈംസ് ആർ ദ സ്പെഷ്യൽ ഷോസ് ഓൺ ഹോളിഡേ? ഹോളിഡേയിലുള്ള സ്പെഷ്യൽ ഷോ നോക്കൂ. 10 AM പിന്നെ എപ്പോഴാ? 11 PM അല്ലെ, രാത്രി. AM എന്ന് പറഞ്ഞാൽ രാവിലെയാണ്, PM എന്ന് പറഞ്ഞാൽ രാത്രി അല്ലെ. 11 PM രാത്രിയാണ് അല്ലെ. പിന്നെയോ ഹൗ മെനി ഷോസ് ആർ ദർ ഇൻ എ ഹോളിഡേയ്സ്? ഹോളിഡേയിൽ എത്ര ഷോ ഉണ്ട്? 1, 2 ഷോ ആണ് ഹോളിഡേയിൽ ഉള്ളത് അല്ലെ. അങ്ങനെയുള്ള കണക്കുകൾ നമ്മൾ ചോദിക്കാം. അത് വന്ന് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം അല്ലെ. ഇനി ഇവിടെ നോക്ക്. വാട്ട്സ് ദ ടൈം അല്ലെ. ടൈം ക്ലോക്ക് എന്തായാലും വരും. ക്ലോക്കിന്റെ സംഭവം നമ്മൾ നോക്കി പഠിക്കണം. ഈ പാടത്ത് നിന്ന് ക്ലോക്കോ കലണ്ടറോ ഒക്കെ വരാനുണ്ട്, വേറെ ഒന്നും വരാനൊന്നുമില്ല. ദ ക്ലോക്ക് ഷോസ് ദ ടൈം വെൻ തൻവീസ് ക്ലാസ് സ്റ്റാർട്ടഡ്. ദ ഹവർ ഹാൻഡ് ഈസ് 10 and മിനിറ്റ് ഹാൻഡ് ഈസ് 12. ടൈം ഈസ് 10 o'clock അല്ലെ. അപ്പോൾ ഈ 10ന്റെ നേരെ ചെറിയ സൂചിയും 12ന്റെ നേരെ വലിയ സൂചിയും വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ 10 മണി എന്ന് നമ്മൾ വിളിക്കും. 10 o'clock അല്ലെ. ഇങ്ങനെ ഉണ്ടാവും നമ്മൾ. അതായത് നോക്ക് നിങ്ങൾ, മാച്ച് ദ ക്ലോക്ക്സ് ആൻഡ് ദ ടൈം. ഇപ്പൊ ഇവിടെ നോക്ക് നിങ്ങൾ. ഫസ്റ്റത്തെ ക്ലോക്ക് ഇത് എത്ര മണിയാ? ഇത് 7 മണിയാ അല്ലെ. 7 മണിയാണിത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 7 മണിനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇത് എത്ര മണിയാ? ഇത് എത്ര മണിയാ? ഇത് 10 മണിയാണ് അല്ലെ. ഇത് 10 മണിയല്ലേ. ഇത് 10 മണിയാണ്. ഇത് എത്ര മണിയാ? ഇത് 3 മണിയാണ് അല്ലെ. ചെറിയ സൂചി ഇവിടെ നോക്ക്. 5ന്റെ നേരെ. അപ്പൊ 5 മണി. വലിയ സൂചി 12ലും. ഇത് 11 മണിയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെ. ചെറിയ സൂചി എവിടെയാണോ ഉള്ളത് നോക്കുക. ചെറിയ സൂചി 11ന്റെ മുകളിലാണ് ഇവിടെ കാണുന്നത് അല്ലെ. 11ന്റെ മുകളിലാണ് ചെറിയ സൂചി ഇവിടെ കാണുന്നത് അല്ലെ. വലിയ സൂചി 12ന്റെ നേരെയും കാണുന്നു. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? അത് 11 മണിയാണെന്ന് മനസ്സിലാക്കി അല്ലെ. ക്ലോക്ക് നോക്കാനായിട്ട് മക്കൾക്ക് അറിയാം. അതേപോലെ അടുത്തത് ഇവിടെ നോക്ക്. അവർ ഹാൻഡ് 11ന്റെ അടുത്തും അറ്റ് മിനിറ്റ് ഹാൻഡ് 12ന്റെ അടുത്തും. അപ്പൊ എത്രയാ സമയം? 11 മണിയാണ്. ഇനി അടുത്തത് ഇവിടെ ഹവർ ഹാൻഡ് എത്രന്റെ അടുത്താണ്? അറ്റ് 4 ആണ്. മിനിറ്റ് ഇതിന്റെ അടുത്താണ്? അറ്റ് 12 ആണ്. അപ്പൊ എത്രയാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്? ഇവിടെ എത്ര മണിയാ? 4 മണിയാണ്. ഇനി അടുത്ത ഇവിടെ നോക്ക്. അവർ ഹാൻഡ് എവിടെയാണുള്ളത്? അവർ ഹാൻഡ് നമ്മളുടെ 4ന്റെയും 5ന്റെയും ഇടയിലാണുള്ളത്. മിനിറ്റ് ഹാൻഡ് 6ലാണുള്ളത് അല്ലെ. അറ്റ് 6ലാണുള്ളത്. അപ്പോ ഇത് എത്ര മണിയാണ്? ഇത് 4
30 അല്ലേ, 4:30 മണിയാണ്. പിന്നെ അടുത്തത് നോക്ക്, ഇവിടെയാണെങ്കിലോ ഇവിടെ 3-ന്റെയും 4-ന്റെയും ഇടയിലാണുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് 4 മണി ആയിട്ടില്ല, 3 വിട്ടിട്ടുണ്ട് അല്ലെ. 3:30, 3:30 മണി അല്ലെ. ഓക്കെ, റെഡി. ലുക്ക് അറ്റ് ദ ടൈം ആൻഡ് ഡ്രോ ദ ഹാൻഡ്സ് ആണ്. 6 മണി. 6 മണി എന്ന് വരയ്ക്കണമെങ്കിൽ ചെറിയ സൂചി 6 മണി എന്ന് വരയ്ക്കണമെങ്കിൽ ചെറിയ സൂചി ഇതിന്റെ നേരെ വരച്ചു കൊടുക്കുക, വലിയ സൂചിന്റെ നേരെ വരച്ചു കൊടുക്കുക 6 മണി. പിന്നെ 5:30 ആണ്. 5:30 എന്ന് പറയുമ്പോൾ ചെറിയ സൂചി 6-ന്റെ അടുത്തേക്ക് എത്തൂല അല്ലെ. 6-ന്റെ അടുത്തേക്ക് എത്തൂല, 5 വിട്ടിട്ടും ഉണ്ടാവും, 6-ന്റെ അടുത്തേക്ക് എത്തുകയില്ല. പിന്നെ എന്ത് ചെയ്യുക, ഈ വലിയ സൂചി 6-ന്റെ നേരെയും വരച്ചു കൊടുക്കുക, 5:30 അല്ലെ. പിന്നെ ഇവിടെ 8 മണി എന്നാണ്. 8 മണി എന്ന് പറയുമ്പോൾ ചെറിയ സൂചി 8-ന്റെ നേരെ, വലിയ സൂചി 12-ന്റെ നേരെ അല്ലെ. അങ്ങനെയാണ് 8 മണി. പിന്നെ ഇവിടെ 1:30 ആണ്. 1:30 എന്ന് പറയുമ്പോൾ 1 വിട്ടിട്ടും ഉണ്ടാവും, 2-ലേക്ക് എത്തിയിട്ടും ഉണ്ടാവില്ല അല്ലെ, ചെറിയ സൂചി. അപ്പൊ നമ്മൾ ചെറിയ സൂചി ഇതിന്റെ ഇടയിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നത്, വലിയ സൂചി ഇങ്ങോട്ട് വരച്ചു കൊടുക്കുന്നത്. റെഡി ആണോ, സെറ്റ് ആണോ? ഇങ്ങനെയാണ് നമ്മൾ ക്ലോക്കിൽ ടൈം നമ്മൾ രേഖപ്പെടുത്തുന്നത് അല്ലെ. അത് കഴിഞ്ഞ അടുത്തത് തെൻവി went to school the next day, time now. അപ്പോൾ അവള് സ്കൂളിലേക്ക് പോയി അല്ലെ. സ്കൂളിലേക്ക് പോകുമ്പോൾ വീട്ടിലുള്ള സമയം എത്രയാ, 9:30 അല്ലെ. ഡ്രോ ദ ഹാൻഡ്സ് ഇൻ ദ ക്ലോക്ക് ഷോ ദിസ് ടൈം. ഈ ടൈം ക്ലോക്ക് എത്രയാ, 9:30 നമ്മൾ എങ്ങനെയാ അടയാളപ്പെടുത്തുക? 9:30 എന്ന് പറയുമ്പോൾ 9 വിട്ടിട്ടും ഉണ്ടാവും, 10-ലേക്ക് എത്തിയിട്ടും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ അടയാളപ്പെടുത്തി കൊടുക്കുക, 6-ന് നേരത്തെ വലുത് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. ദ ക്ലാസ് സ്റ്റാർട്ടഡ് ഹാഫ് ആൻ അവർ then we reached the school. അപ്പോൾ 9:30 മണിക്കാണ് എന്ത് ചെയ്തത്, അവള് പിന്നെ ക്ലാസ് സ്റ്റാർട്ടഡ് ഹാഫ് ആൻ അവർ ആഫ്റ്റർ then we reached school അല്ലേ. ഓക്കെ, അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എത്രയാണ്, 9:30 ഒരു 1/2 മണിക്കൂർ കൂട്ടിയാൽ എത്രയാ, 10 മണിയാണ് അല്ലെ. 10 മണിയല്ലേ. ഓക്കെ, റെഡി. റൈറ്റ് ദ ടൈം ഷോൺ ബൈ എ ഡിജിറ്റൽ ക്ലോക്ക്. ഡിജിറ്റൽ ക്ലോക്കിൽ എങ്ങനെയാ, ഇങ്ങനെയല്ലേ ടൈം കാണിക്കുക, 10 മണി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇവിടെ ആദിത്യ L1-ന്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആദിത്യ L1 അല്ലെ. ആദിത്യ L1 ഇതൊരു കലണ്ടറാണ്. ഇവിടെ കലണ്ടറിൽ പിന്നെ മാർക്ക് ദിസ് ഡേ, അതായത് 2 സെപ്റ്റംബർ 2023 നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയാണ്, മാർക്ക് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇനി അടുത്തത് ഹൗ മെനി ഡേയ്സ് ആർ ദർ സെപ്റ്റംബർ 5 to സെപ്റ്റംബർ 23. സെപ്റ്റംബർ 5 മുതൽ 23 വരെ എത്ര ദിവസമുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചത്. 5 മുതൽ 23 വരെ. അപ്പൊ നമ്മൾ 6 മുതൽ എണ്ണിയാൽ പോരാ, 5 മുതൽ 23 വരെ എന്ന് പറയുമ്പോൾ 5 കൂട്ടി എണ്ണണോ വേണ്ടേ? 5 അല്ലെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 അല്ലെ. 19 ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഇതേപോലെ കലണ്ടറിൽ വന്നിട്ട് ഈ സെപ്റ്റംബർ 20 ഏത് ദിവസമാണ്, ഇപ്പൊ നമ്മൾ വെനസ്ഡേ, ബുധനാണ് എഴുതി കൊടുക്കുക. ഇങ്ങനെയുള്ള കണക്കുകളാണ് കലണ്ടറിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇത് കാര്യങ്ങൾ എൻ്റെ മക്കൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ ഒരു സംഭവം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും അധികവും നമ്മളോട് ചോദിക്കുക കേട്ടോ. പിന്നെ പാറ്റേണുകൾ ചോദിക്കുക. പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഏതാ എവിടെ പോയതാ, ഇതേപോലെയുള്ള പാറ്റേണുകൾ കൂട്ടാനുണ്ടാവുക, കുറയ്ക്കാനുണ്ടാവുക, ഇതേപോലെയുള്ള പാറ്റേണുകൾ കേട്ടോ. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ കണക്കുകളൊക്കെ എൻ്റെ മക്കൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക, അടിപൊളിയാക്കുക, സെറ്റാക്കുക. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഓരോരോ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റ.